പ്രവചനങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന നോസ്ട്രഡാമസ് ഒട്ടനവധി പ്രവചനങ്ങളിലൂടെ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞനും പ്രവാചക വൈദികനുമാണ് നോസ്ട്രഡാമസ്. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, 1970-ൽ അറബ് രാജ്യങ്ങളുടെ മുന്നേറ്റം, പോപ്പിനെതിരെയുള്ള വധശ്രമം, ലോകമഹായുദ്ധങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെസ് പ്രൊഫസീസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഈ പ്രവചനങ്ങളെല്ലാം പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളിലെ ഭാവി കാര്യങ്ങളാണ് അദ്ദേഹം പ്രവചിച്ചിരുന്നത്. ലണ്ടനിലെ അഗ്നിബാധ, അമേരിക്കയിലെ ഒബാമയുടെ ഉദയം, രാജീവ് ഗാന്ധിയുടെ മരണം, കൂടാതെ ചെറുഭൂകമ്പത്തോടെ ഇടുക്കിയിലെ മുല്ലപ്പെരിയാർ ഡാം തകരുമെന്നും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു. 2018 മുതൽ 2025 കാലഘട്ടത്തിനിടയിൽ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന പകർച്ചവ്യാധി ലോകം മുഴുവൻ ബാധിക്കുമെന്നും അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണെന്നും ആ പകർച്ചവ്യാധിയെ മനുഷ്യൻ ഫലപ്രദമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഒരു ഗദ്യം പോലെയാണ് അദ്ദേഹം പല പ്രവചനങ്ങളും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം മരണം പ്രവചിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനസിദ്ധിയെ അത്ഭുതമാക്കി മാറ്റിയത്. 1566 ജൂലൈ 1 രാത്രി തനിക്ക് ശുഭരാത്രി ആശംസിച്ച തൻ്റെ പരിചാരകനോട് താൻ അടുത്ത സൂര്യോദയം വരെ ജീവിച്ചിരിക്കില്ല എന്ന് അദ്ദേഹം പ്രവചിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവചന ഗ്രന്ഥം നൂറ്റാണ്ടുകൾ സൂക്ഷിക്കാനും ഒരു കാരണമുണ്ട്. നിര്യാതനായ നോസ്ട്രഡാമസിനെ കല്ലറയിൽ അടക്കിയ ശേഷം രാജാവടക്കം എല്ലാവരും പിരിഞ്ഞുപോയി. തിരിച്ച് കൊട്ടാരത്തിലെത്തിയ രാജാവ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ആവശ്യപ്പെട്ടു. അത് എപ്പോഴും നോസ്ട്രഡാമസിൻ്റെ വസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ കാണുമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വസ്ത്രങ്ങളും പരിശോധിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഒന്നും തന്നെ ലഭിച്ചില്ല. ചിലപ്പോൾ ഗ്രന്ഥം അദ്ദേഹത്തിനെ അടക്കിയപ്പോൾ അണിഞ്ഞ വസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരിക്കുമെന്ന് ഒരു പരിചാരകൻ പറഞ്ഞു. ഉടനെ തന്നെ ശവക്കല്ലറ കുത്തി തുറക്കുകയും ചെയ്തു. അതേ പോക്കറ്റിൽ ഗ്രന്ഥമുണ്ടായിരുന്നു. ആ ഗ്രന്ഥം തുറന്ന് ആദ്യ വരി വായിച്ചതോടെ എല്ലാവരും ഞെട്ടി. കാരണം നിങ്ങൾ എൻ്റെ മരണശേഷം കല്ലറ കുത്തി തുറന്ന് ഗ്രന്ഥം എടുക്കുമെന്നതാണ് അതിലെഴുതിയിരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ തൻ്റെ പ്രവചനങ്ങളിലൂടെ മരണത്തിന് ശേഷം അദ്ദേഹം ജീവിക്കുകയായിരുന്നു. യൂറോപ്പിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ഒരാൾ ജനിക്കുമെന്നും പിന്നീട് അയാൾ യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. അത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറെ കുറിച്ചായിരുന്നു. ഇന്ത്യയിൽ 2014 മുതൽ തുടർച്ചയായ ഭരണാധികാരി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടാതെ അമേരിക്കയുടെ പ്രധാന നഗരമായ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം മൂലം തകരുമെന്നും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു. ഭൂമിയുടെ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്ത് 2 ഇരട്ട ഗോപുരങ്ങളെ ഭീമൻ ഇരുമ്പു പക്ഷികൾ വന്ന് തകർക്കുമെന്നും അത് ലോകത്തിലെ ഏറ്റവും വലിയ ചേരിതിരിവിന് കാരണമാകുമെന്നും. എന്നാൽ അന്ന് അമേരിക്ക രൂപീകൃതമായിട്ടില്ല, വിമാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുമില്ലായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭാവി പ്രവചിക്കുന്ന ആളെന്ന വിശേഷണം ജ്യോതിശാസ്ത്രജ്ഞനായ നോസ്ട്രഡാമസിന് ഇന്നും സ്വന്തമാണ്.